ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് യൂണിവേഴ്സിറ്റി ചേഞ്ചും കോഴ്സ് ചേഞ്ചും. ഇപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, ചേച്ചി എനിക്ക് ഈ കോഴ്സിന് PR കിട്ടുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ ഈ കോഴ്സ് എന്തായാലും മാറേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സംഭവം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഭയങ്കര ദൂരമാണ് ചേച്ചി, കാട്ടിലാണ്, ഈ യൂണിവേഴ്സിറ്റി മാറി ഇവിടെ അടുത്തെങ്ങാനും നോക്കണം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൂടാണ്ട് ചിലവർ നാട്ടിൽ നിന്നേ കോഴ്സ് ചേഞ്ച് ചെയ്യുന്ന പ്ലാനുണ്ട്. അതായത് നമ്മൾ ചില സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്ലോമ കോഴ്സ് എടുക്കാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ നാട്ടിൽ നിന്ന് ഡിപ്ലോമ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടത്തില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പ്ലാനുള്ളവർ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ചിലവരുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോഴ്സ് ചേഞ്ച് ചെയ്തൊരു വ്യക്തിയാണെന്നാണ്. പക്ഷേ എൻ്റെ കേസ് അങ്ങനെയല്ല. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സ്കോപ്പ് ഇല്ല എന്ന് റിയലൈസ് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റേ ബാക്ക് പീരീഡിലാണ് ഞാൻ പഠിക്കുന്നത്. അതായത് എൻ്റെ 485 വിസയിലാണ് ഞാൻ പഠിക്കുന്നത്, എൻ്റെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ടുള്ള സ്റ്റേ ബാക്ക് പീരീഡ് സമയത്തിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ വർക്കിംഗ് റൈറ്റ്സും ഉണ്ട്, എനിക്ക് പഠിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഞാൻ കോഴ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള എനിക്ക് റീസെൻ്റ്ലി വേറെ ഇതിനെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കിട്ടുന്നത് കൊണ്ടാണ് അതും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മടിച്ചു നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. എനിക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ തന്നെ 1700 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും ഓസ്ട്രേലിയയിട്ട് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പഠനത്തെ പിന്നെ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം. കാര്യം ചില സിറ്റുവേഷനിൽ സെയിം യൂണിവേഴ്സിറ്റി ആയിരിക്കും, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സായിരിക്കും, അല്ലെങ്കിൽ അതുകൂടാണ്ട് ഇവർ വിസ ഗ്രാൻഡ് ആകുമ്പോഴും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യണം, ചാറ്റ് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബ് കമൻറ്റ് സെക്ഷനിലല്ല ഇൻസ്റ്റഗ്രാമിൽ DM അയയ്ക്കുക. നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ എനിക്ക് സമയത്തിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. മാക്സിമം 2-3 ആഴ്ച അതിൽ കൂടുതൽ എടുക്കത്തില്ല, അതിനുള്ളിൽ ഞാൻ റിപ്ലൈ ചെയ്യും. കാര്യം ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം, എനിക്ക് 1000 കൂടുതൽ ടൈപ്പ് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ പൊക്കാൻ വേണ്ടി പറയണതല്ല, തള്ളൊന്നുമല്ല, അത്രയും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സമയം എടുക്കുന്നത്. പിന്നെ ഓരോ കുട്ടികളും അയച്ചേക്കുന്ന മെസ്സേജിൻ്റെ ടൈം അനുസരിച്ചാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. ചില കുട്ടികൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം അയച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഐ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു 10 പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചിടും. അപ്പോൾ അവരുടെ ആദ്യത്തെ മെസ്സേജിൻ്റെ ടൈം ആയിരിക്കും ഞാൻ കാണുന്നത്, അല്ല അവരുടെ 10ാമത്തെ മെസ്സേജിൻ്റെ. അപ്പോൾ അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനുള്ള ടൈം പിന്നെയും ഡിലേ ആവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കുക. നിങ്ങൾക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ നിങ്ങൾ പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം കുറച്ചുകൂടി കൂടുകയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ സ്റ്റോറിയിൽ ഇട്ടായിരുന്നു ഒരു പ്രാവശ്യം കുറേ മെസ്സേജസ് ആക്സിഡൻ്റലി ഡിലീറ്റ് ആയിരുന്നു. അത് ഞാൻ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തായിരുന്നു, കുറേ പേരുടെ ഡിലീറ്റ് ആയി. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മെസ്സേജിന് റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോറിക്ക് റെസ്പോണ്ട് ചെയ്താൽ മതി, ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ എന്നെ, ചിലവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 3 ആഴ്ച വരെയുള്ള എല്ലാ മെസ്സേജിനും ഞാൻ റെസ്പോണ്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ 3 ആഴ്ചയ്ക്ക് മുന്നേ നിങ്ങൾ അയച്ചേക്കുന്ന മെസ്സേജാണ് ഇതുവരെ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെസ്സേജ് ആ ഒരു കൂട്ടത്തിൽ ഡിലീറ്റ് ആയിക്കാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് അല്ലെങ്കിൽ സ്പാമിലോ അങ്ങനെ വല്ലതും വന്ന് കിടക്കുവാണ്. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും സ്റ്റോറിക്ക് റെസ്പോണ്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ സമയം എടുത്തിട്ട് എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലും ഇടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോഴ്സ് ചേഞ്ചിനെ പറ്റി പറയാൻ നേരത്ത് യൂഷ്വലി 3 സിറ്റുവേഷൻസിലാണ് നമ്മൾ കോഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നത് PR-ൻ്റെ, അതായത് ഒരു കോഴ്സ് എടുത്തിട്ട് വന്നു, നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിയാണ് ഇതിന് PR-ന് വലിയ സ്കോപ്പ് ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണ്. അപ്പം നിങ്ങൾ ആ ഒരു കോഴ്സ് മാറി വേറൊരു കോഴ്സ് മാറ്റി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തത് ഫൈനാൻസ് അല്ലെങ്കിൽ ഫണ്ടിൻ്റെ കേസ് വരാൻ നേരത്ത്, അതായത് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഒടുക്കത്തെ എക്സ്പെൻസീവ് ആണ്, അതേ ഒരു കോഴ്സ് ഒരു കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണെന്ന് അറിയാൻ നേരത്ത് നിങ്ങൾ ആ കോഴ്സ് മാറ്റുന്നൊരു സിറ്റുവേഷനാണ് ഫൈനാൻസിൻ്റെ കേസ് പറയാനുള്ളത്. മൂന്നാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോബിയുടെ കേസ്. ഹോബി എന്ന് പറയാൻ നേരത്ത് ഇപ്പം നിങ്ങൾ എടുത്തത് IT ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം കുറച്ചുകൂടി വേറെ എന്തെങ്കിലും ബിസിനസ് അനലിസ്റ്റോ അങ്ങനത്തെ സിറ്റുവേഷൻ വല്ലതുമാണെങ്കിൽ ആ ഒരു 3 സിറ്റുവേഷൻസിലാണ് യൂഷ്വലി കോഴ്സ് ചേഞ്ച് എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. അടുത്ത പോയിന്റിലേക്ക് കിടക്കണമെങ്കിൽ വേണ്ടി നിങ്ങളിപ്പോഴും അക്കോമഡേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇതുവരെ അക്കോമഡേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു ഓഫർ വന്ന് കിടപ്പുണ്ട്. എൻ്റെ റെഫറൽ ലിങ്ക് വഴി, അതായത് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ വഴി എൻ്റെ റെഫറൽ ലിങ്ക് വഴി കയറുവാണെങ്കിൽ
ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും $50 ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അതുകൂടാണ്ട് ഒരാൾക്ക് 1 മാസം ഫുള്ള് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവമായിട്ട് പറയുന്നത്. അപ്പോൾ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നില്ല, ആംബർ സ്റ്റുഡൻറ്റിൻ്റെ പ്രത്യേകത അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ചേർന്ന് തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ, എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ തന്നെ നിനക്ക് സെർച്ച് ബൈ യൂണിവേഴ്സിറ്റി എന്ന് കാണാം. അപ്പോൾ യൂണിവേഴ്സിറ്റി വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കോഴ്സ് ചേഞ്ചിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യത്തിലൊന്നാണ്, ഒരേ യൂണിവേഴ്സിറ്റി തന്നെയാണ് എനിക്ക് 2 കോഴ്സ്, അപ്പോൾ ഇതിനകത്ത് ഒരു കോഴ്സിൽ നിന്ന് അടുത്ത കോഴ്സ് ഇട്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണെങ്കിൽ മാറുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്ക് മാറാൻ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ AQF മീറ്റ് ചെയ്യണമെന്ന് പറയും. AQF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് എന്ന് പറയും. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സ് മറ്റൊരു കോഴ്സിട്ട് മാറാൻ നേരത്ത് ഈ 2 കോഴ്സും ഏകദേശം ഒരു സെയിം ലെവലോ അല്ലെങ്കിൽ അതിനേക്കാളും ഹയർ ലെവലോ ആയിരിക്കണം. ഒരിക്കലും നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോഴ്സിനേക്കാളും താഴ്ന്ന ഒരു കോഴ്സിട്ട് നിങ്ങൾക്ക് ഒരേ യൂണിവേഴ്സിറ്റിയിട്ട് മാറണമെങ്കിൽ പറ്റത്തില്ല എന്നല്ല, പറ്റും. പക്ഷെ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് പുതിയൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലാണ്, നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് 2 കോഴ്സെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിസയുടെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് യൂണിവേഴ്സിറ്റിനെ സമീപിച്ചാൽ മതി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരേ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ MBA പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി ഫൈനാൻസ് എടുക്കണം. അതാകുമ്പോൾ ഏകദേശം ഒരേ ലെവലാണ്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ജസ്റ്റ് പുതിയ വിസയുടെ ആവശ്യമില്ല, പുതിയ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട. അതുകൂടാണ്ട് നിങ്ങൾക്ക് IMEI അക്കൗണ്ട് ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ ഏതാണോ അവരെ സമീപിച്ചാൽ മതി. അവർ പ്രൊസീജിയേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്റ്റുഡൻറ്റ് വിസയ്ക്കും ഒന്നും അറിയേണ്ട, അതൊക്കെ അവർ പ്രൊസീജിയേഴ്സ് ചെയ്തോളും. പക്ഷേ ഈ AQF മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്റ്റുഡൻറ്റ് വിസയുടെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ യൂണിവേഴ്സിറ്റി തന്നെയാണ് അടുത്ത കോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. അങ്ങനെ വരാൻ നേരത്ത് അവിടെ AQF സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ബാച്ചിലേഴ്സിൽ നിന്ന് ഡിപ്ലോമയിലേക്ക് വരാൻ നേരത്ത് അതൊരു ലോവർ ഡിഗ്രിയാണ്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് പുതിയ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ചില സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ എക്സ്പയർ ആവാറായി, സെയിം എഡ്യൂക്കേഷൻ പ്രൊവൈഡറാണ്, സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷനാണ്, പക്ഷേ വിസ എക്സ്പയർ ആവാറായി. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് പുതിയ വിസയുടെ ആവശ്യം വരും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് എടുത്ത് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ AQF മീറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് വിസ എക്സ്പയർ ആവാറാണെങ്കിൽ പുതിയ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പുതിയ വിസയുടെ ആവശ്യമില്ല, IMEI അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6 മാസത്തിൽ താഴെയാണെങ്കിൽ എനിക്ക് സെയിം എഡ്യൂക്കേഷൻ പ്രൊവൈഡറിൽ തന്നെ അടുത്ത കോഴ്സ് മാറാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഓസ്ട്രേലിയയുടെ റൂൾ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കോഴ്സ് സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ കോഴ്സാണ് പ്രിൻസിപ്പൽ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വന്ന മെയിൻ കോഴ്സ്. അത് നിങ്ങൾ മിനിമം 6 മാസം പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത കോഴ്സ് ചേഞ്ച് ചെയ്യാവുള്ളൂ എന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നത്, ചേച്ചി എനിക്ക് ഒരേ യൂണിവേഴ്സിറ്റി തന്നെയാണ് കോഴ്സ് മാറേണ്ടത്, പക്ഷെ ഞാൻ വന്നിട്ട് 6 മാസം ആയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കോഴ്സ് മാറാൻ പറ്റും. നിങ്ങൾക്ക് കോഴ്സ് മാറാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരേ യൂണിവേഴ്സിറ്റിയാണ്, ഒരേ എഡ്യൂക്കേഷൻ പ്രൊവൈഡറാണ്, നിങ്ങൾ വന്നിട്ട് 6 മാസത്തിൽ താഴെ ആയിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനും റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് മീറ്റ് ചെയ്യണം. സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും. അതായത് സെയിം അല്ല എന്ന സിറ്റുവേഷൻ, ഇപ്പം നേരത്തെ പറഞ്ഞ നിങ്ങൾ ബാച്ചിലേഴ്സിൽ നിന്ന് ഡിപ്ലോമയിലേക്ക് പോവാണ്, അത് 6 മാസത്തിൽ താഴെയാണെങ്കിലും 6 മാസത്തിൽ ശേഷമാണെങ്കിലും എത്രയൊക്കെ ഏതൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരേ യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് പുതിയ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ 6 മാസത്തിൽ താഴെയാണ്, ഒരേ ലെവൽ ഓഫ് എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ AQF സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരേ യൂണിവേഴ്സിറ്റിയാണ്, 6 മാസത്തിൽ താഴെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ല, കോഴ്സ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ വരാൻ നേരത്തെ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫുള്ള് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, പുതിയ സ്റ്റുഡൻറ്റ് വിസയ്ക്കും അപ്ലൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ IMEI അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട, എല്ലാം ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ
ലോവർ ലെവലിലേക്ക് പോകരുത്, അല്ലെങ്കിൽ നോൺ AQF കോഴ്സ് എന്ന് പറയും. ഇത് രണ്ടിലേക്കും പോവാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ലോവർ ലെവൽ ഡിഗ്രിയിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് അടുത്ത കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, കോഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പുതിയ സ്റ്റുഡൻറ്റ് വിസ വേണമെന്ന് പറയുന്നത്. പക്ഷേ അതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതിൽ ചില എക്സെപ്ഷൻസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡോക്ടറൽ ഡിഗ്രി അല്ലെങ്കിൽ PhD പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, PhD മാസ്റ്റേഴ്സായിട്ട് വന്നെങ്കിൽ അതങ്ങനെ യൂഷ്വലി അഫക്റ്റ് ചെയ്യാറില്ല. അതൊരു എക്സെപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടാറ് യൂഷ്വലി ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യണം, ഞാൻ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സാണ് പഠിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഴ്സിനൊട്ടും സ്കോപ്പില്ല, അതുകൂടാതെ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കാം എന്നതാണ്. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇപ്പോൾ അത്യാവശ്യം ടീച്ചിങ്ങിനാണെങ്കിലും കുക്കറി, ഓട്ടോമോട്ടീവ് അങ്ങനെ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതായിട്ട് കുറേ പേര് മാറുന്നതാണ്. അപ്പോൾ അങ്ങനെ മാറുന്നതിന് കുഴപ്പമുണ്ടോ എന്ന്. അങ്ങനെ മാറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ മാറാൻ നേരത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ AQF ലെവൽ സ്റ്റാൻഡേർഡ്സും ശരിക്കും പറഞ്ഞാൽ മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലോവർ ലെവലിലേട്ടാണ് പോകുന്നത്. നിങ്ങൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ബാച്ചിലർ ഡിഗ്രി പഠിച്ചിട്ട് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് താഴ്ന്നൊരു കോഴ്സാണ്. അപ്പോൾ ലോവർ ലെവലിലേക്ക് വരാൻ നേരത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ സെയിം യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തൊട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇത് കൂടാണ്ട് 6 മാസം കഴിയാണ്ട് നിങ്ങൾക്ക് അങ്ങനെ വരാൻ നേരത്ത് ഒരിക്കലും എത്ര സെയിം യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞാലും 6 മാസം കഴിയാണ്ട് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇവിടെ പഠിക്കാൻ വന്നു, ബിസിനസ്സിലാണ് പഠിക്കാൻ വന്നത്, അത് ഫസ്റ്റ് സെമസ്റ്റർ ഫുള്ള് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കണമെങ്കിൽ പറ്റത്തുള്ളൂ. അത് ഇവിടുത്തെ റൂൾ അനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോവർ ലെവൽ ഡിഗ്രിയിലായിട്ട് പോണതിന് കുഴപ്പമില്ല, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 6 മാസം കഴിയാണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൂടാണ്ട് നിങ്ങൾ പുതിയ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് യൂഷ്വലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒരു ഏജൻറ്റ് വഴി ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യും. പക്ഷേ ഏജൻറ്റ് പറയണത് കണ്ണും തള്ളി അല്ലെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജൻസിന് നല്ല കമ്മീഷൻ കിട്ടും. അത് എസ്പെഷ്യലി ഈ ട്രേഡ് കോഴ്സസും ഗ്രാജുവേറ്റ് ഡിപ്ലോമ റിലേറ്റഡ് കോഴ്സസിനൊക്കെ കോളേജസ്, ഈ പ്രൈവറ്റ് കോളേജസ് ഒക്കെ ആയതുകൊണ്ട് ഏജൻസിന് നല്ല കമ്മീഷൻ കൊടുക്കും സ്റ്റുഡൻസിന് വേണ്ടി. അങ്ങനെ വരാൻ നേരത്ത് ഏജൻറ്റ് പറഞ്ഞതാലോ PR കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കരുത്. യൂഷ്വലി ഏജൻസി ചെല്ലുമ്പോൾ തന്നെ പറയുന്ന നിങ്ങളുണ്ടല്ലോ കുക്കിംഗ് അല്ലെങ്കിൽ കുക്കറി എടുക്കുക, കുക്കറി എടുത്ത് എന്തായാലും PR കിട്ടും, അതാകുമ്പോൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ട്രേഡ് കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം സജസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർക്ക് അതിൻ്റെ അനുസരിച്ച് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാ ഏജൻസും കൊള്ളില്ല എന്നൊന്നും അല്ല പറയുന്നത്, നല്ല ഏജൻസും ഉണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക, കോഴ്സ് സെലക്ട് ചെയ്യുക. ഈ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് നിങ്ങളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ SOL ലിസ്റ്റ് എടുത്ത് നോക്കുക. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചേക്കാം. നമ്മൾ SOL ലിസ്റ്റിൽ പോകാൻ നേരത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഷെഫ്, ഇപ്പോൾ കുക്കർ, നമ്മളിപ്പോൾ ഏത് കോഴ്സാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നമുക്കൊരു ഔട്ട്കം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ കുക്കിംഗ് എടുക്കണമെങ്കിൽ നമ്മളാവുന്നത് ഷെഫാണ്. അപ്പോൾ SOL ലിസ്റ്റിൽ സെർച്ച് ചെയ്യുക, ഷെഫിന് എന്തോരം ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യാൻ നേരത്തെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോഡ് കാണാം. അതിനകത്ത് മീഡിയം ടേമും ലോങ് ടേമും ഷോർട്ട് ടേമും എന്നാണ് അതിൻ്റെ മീനിങ്. ആ കോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് മീഡിയം ടേമും ലോങ് ടേമും തന്നെയാണ് എന്ന് ശ്രദ്ധിക്കുക. ഷോർട്ട് ടേം ആണെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല, അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ജോലി തന്നെയാണ് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ കിട്ടുന്നേ എന്ന് നമ്മൾ ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് ചില ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസിനൊക്കെ ആണെങ്കിൽ നല്ല റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ IELTS-നൊക്കെ നല്ല സ്കോർ വേണം. അപ്പോൾ അതനുസരിച്ച് അതുകൂടാണ്ട് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട്, ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് മാത്രം സെലക്ട് ചെയ്യുക. അല്ലാണ്ട് ഏജൻറ്റ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞ് PR കിട്ടും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കരുത്. നമ്മുടേതായിട്ടുള്ള റിസർച്ച് നടത്തണം. അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ചേഞ്ചിനെ പറ്റിയിട്ടാണ്. യൂണിവേഴ്സിറ്റി ചേഞ്ചിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ, ഇൻ കേസ് നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ചിനെ പറ്റിയിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഇമി റിലേറ്റഡ് ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് കയറി നോക്കാൻ നേരത്ത് കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴ്സ് ചേഞ്ച് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കോഴ്സ് ചേഞ്ച് ഏത് ഡിഗ്രിയിൽ നിന്ന് ഏത് ഡിഗ്രിയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു തരും. അതിൻ്റെ
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഇൻ ലെസ് ദാൻ 6 months ആണോ അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ടാണോ ഒരേ യൂണിവേഴ്സിറ്റി ആണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അതിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആണ്. യൂണിവേഴ്സിറ്റി റിലേറ്റഡ് പറയാൻ നേരത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റി മാറുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റി മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. 6 മാസത്തിൽ താഴെയാണെങ്കിൽ കുറച്ചുകൂടി ഫോർമാലിറ്റീസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിലൊക്കെ വരാൻ നേരത്ത്. അത് ഇപ്പം ഞാൻ പറയുന്നത് സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ AQF അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് നേരത്തെ പറഞ്ഞ പോലെ സെയിം ലെവലാണ്. അല്ലാണ്ട് നിങ്ങളൊരു ലോവർ ഡിഗ്രിയിലായിട്ടല്ല പോകുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം നിങ്ങൾ 6 months കഴിഞ്ഞു ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന നിങ്ങൾക്ക് അടുത്ത യൂണിവേഴ്സിറ്റിയിട്ട് മാറണമെന്ന് തോന്നുകയാണ്. അതായത് മറ്റേ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി ചീപ്പാണ്, അല്ലെങ്കിൽ ഈ കോഴ്സൊക്കെ മാറി അടുത്ത കോഴ്സ് വേറെ യൂണിവേഴ്സിറ്റിയിൽ എടുക്കണം, അങ്ങനെ വരാൻ നേരത്ത് സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷനൊക്കെ തന്നെയാണ് ഒരു ബാച്ചിലേഴ്സ് പഠിച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ബാച്ചിലേഴ്സ് കൊമേഴ്സിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫൈനാൻസിൽ മാറണം, സെയിം ലെവലാണ്. അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാറുന്നതിന് കുഴപ്പമില്ല. 6 മാസം കഴിഞ്ഞാണെങ്കിൽ വേറെ പ്രൊസീജിയേഴ്സ് എക്സ്ട്രാ ഒന്നുമില്ല, പുതിയ സ്റ്റുഡൻറ്റ് വിസ ഒന്നും. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കൊമേഴ്സിൽ നിന്ന് ഫൈനാൻസിട്ട് വരാൻ നേരത്ത് ചിലപ്പോൾ സെയിം യൂണിറ്റ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൂടാണ്ട് ചില സിറ്റുവേഷൻ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റി സെയിം കോഴ്സാണ് മാറണമെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിറ്റ്സ് ഓൾറെഡി പഠിച്ച യൂണിറ്റ്സിൻ്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടത്താൻ പറ്റും. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആ പഠിച്ച യൂണിറ്റ്സ് ഒന്നുകൂടെ പഠിക്കേണ്ട എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി അന്വേഷിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാൻ നേരത്ത് അത് എൻ്റെ സ്റ്റുഡൻറ്റ് വിസേനെ അഫക്റ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 6 മാസത്തിൽ താഴ്ന്ന സിറ്റുവേഷനിൽ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ സെയിം യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് പുതിയ സ്റ്റുഡൻറ്റ് വിസയുടെ ഒന്നും ആവശ്യമില്ല. അതുകൂടാണ്ട് സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസേനെ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പോകില്ല. പക്ഷേ നിങ്ങൾ എത്ര 6 മാസത്തിന് ശേഷമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു AQF സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാത്ത ഒരു കോഴ്സിലേക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലോവർ ഡിഗ്രിയിലേക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്തൊരു വ്യക്തി ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കുകയാണ്, അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ സ്റ്റുഡൻറ്റ് വിസ മാറും. നിങ്ങൾ പുതിയൊരു സ്റ്റുഡൻറ്റ് വിസ ഇട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻറ്റ് ലോണിനെ അഫക്റ്റ് ചെയ്യും. അത് ഓരോ ബാങ്കും അനുസരിച്ചിരിക്കും. കാര്യം ചില ബാങ്ക്സ് സമ്മതിക്കില്ല. അപ്പം നിങ്ങൾ ഈ കോഴ്സൊക്കെ ചേഞ്ച് ചെയ്യണം തീരുമാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ബാങ്കിനെ സമീപിച്ച് നിങ്ങൾ സംസാരിക്കണം. ഞാനിങ്ങനെ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്, ഒരു യൂണിവേഴ്സിറ്റി നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റി ആണ്, എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ, എല്ലാ ബാങ്ക് സമ്മതിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേ ബാക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ വേറൊരു കോഴ്സ് മാറുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്കിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് മാറി. പക്ഷേ നിങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ റീജിയണൽ ഏരിയ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ സ്റ്റേറ്റിലോട്ട് മാറാൻ നിർത്തി നിങ്ങളുടെ റീജിയണൽ ഏരിയയുടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 1 year കിട്ടാണ്ടല്ലോ, അത് നിങ്ങൾ വേറെ റീജിയണൽ ഏരിയ അല്ലാത്തപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് മൂവ് ചെയ്ത് ഇപ്പോൾ വിക്ടോറിയയിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെ വരാൻ നിങ്ങളുടെ എക്സ്ട്രാ ഒരു 1 year സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇൻ കേസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചെയ്യാനോ നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങളുടെ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയാണ് കോഴ്സ് ചേഞ്ചും യൂണിവേഴ്സിറ്റി ചേഞ്ചിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിലോ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വേറെ എന്നാ നമ്മുടെ യൂട്യൂബ് ചാനൽ 10K ഹിറ്റ് ചെയ്യാനായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുവാണ്. എല്ലാവരും നമ്മുടെ ചാനലിൽ 10K ഹിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.